ആരാ സബ്സിഡി വെട്ടിക്കുറച്ചത്? 19 എംപിമാരുണ്ടായിരുന്നില്ലേ അവിടെ കോൺഗ്രസിന്? ഒരു വാക്ക് ഇത് അന്യായമാണെന്ന് പറയാൻ നാക്ക് വന്നിട്ടുണ്ടോ ഈ കേരളത്തിലെ കോൺഗ്രസിന്? പിന്നെ ബി ജെ പിക്കാർ 50 റുപ്യക്ക് പെട്രോള്, അതുപോലെ 45 റുപ്യക്ക് ഡീസൽ, അതുപോലെ 500 റുപ്യക്ക് 500 താഴെ രൂപക്ക് ഗ്യാസ്, ഇതെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളല്ലേ ഇപ്പോൾ 1100 അതുപോലെ 100 രൂപക്ക് വില പെട്രോൾ ഡീസൽ വിലയാക്കിയത്. വിലക്കയറ്റം അതിൻ്റെ പരമകാഴ്ചയിലേക്ക് എത്തിക്കുമ്പോൾ പഞ്ചപുച്ഛമടക്കി ഇവിടെ കേരളത്തിൽ LDF എതിർക്കുകയായിരുന്നില്ലേ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? പ്രകാശ് മാസ്റ്റർ, ഇവിടെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് ശ്രീ ശ്യാംരാജ് ഈ ചർച്ചയിൽ പറഞ്ഞത്. അതായത് എക്സൈസ് തീരുവ കുറച്ചതുൾപ്പെടെ ഈ നികുതി ഇനത്തിൽ വരുമാനം വേണ്ട എന്ന് തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ എടുത്ത ചില സ്റ്റെപ്പിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാനുപാതികമായി അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് 2 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ സെസ്സൊക്കെ കുറച്ചുകൊണ്ട് ഈ ഇന്ധന വില വർധനയുടെ ഭാരം അല്പം കുറയ്ക്കാം ജനങ്ങൾക്ക് മേൽ എന്നുള്ളതാണ്. പക്ഷെ താങ്കൾ പറയുന്നത് ഇടതുമുന്നണി സർക്കാർ നടപ്പാക്കിയ നയങ്ങളും പിന്തുടർന്ന പദ്ധതികളും തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അത് തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ്. അതിനുള്ള മറുപടിയാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞത്. അതിനോട് പ്രതികരണമുണ്ടോ? ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് വിലക്കയറ്റത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദി കേന്ദ്രമാണ് എന്ന തിരുവായ് മൊഴി കോൺഗ്രസിൽ നിന്നുണ്ടാവുന്നത്. ഈ 10 കൊല്ലക്കാലം ഒരു ചർച്ചയിലും അത്തരമൊരു വർത്തമാനം ഞങ്ങൾ പറയുന്ന സമയത്ത് എതിർക്കുകയല്ലാതെ കോൺഗ്രസ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ കോൺഗ്രസും BJPയും ഒരുപോലെ പറഞ്ഞല്ലോ, ഇവിടെ പെൻഷൻ കൊടുത്തിട്ടില്ല, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല. ഈ കേരളത്തിലുള്ള ജനങ്ങളോടാണ് ഇവർക്കാർ പറയുന്നത്. 18 മാസക്കാലം പെൻഷൻ കൊടുക്കാത്ത UDFൻ്റെ ഗവൺമെൻറ്റിൽ നിന്ന് 10 കൊല്ലം ഭരിച്ചിട്ട് ഒരു പൈസ പോലും ബാക്കിയാക്കാതെ അടുത്ത മാസത്തെ പെൻഷൻ കൂടി കൊടുത്ത് ഇറങ്ങിപ്പോയ ഗവൺമെൻറ് LDFൻ്റെ ഗവൺമെൻറ്. എന്നിട്ട് തികഞ്ഞ കളവ് BJP കോൺഗ്രസ് ഒരുപോലെ പറയുകയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രത്തിൻ്റെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു പിന്നെ മണ്ണെണ്ണയുടെ കാര്യം, ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ കേന്ദ്രത്തിൽ പിന്നെ മണ്ണെണ്ണയുടെ വിഹിതം വെട്ടിക്കുറച്ചത്? ആരാ സബ്സിഡി വെട്ടിക്കുറച്ചത്? 19 എംപിമാരുണ്ടായിരുന്നില്ലേ അവിടെ കോൺഗ്രസിന്? ഒരു വാക്ക് ഇത് അന്യായമാണെന്ന് പറയാൻ നാക്ക് വന്നിട്ടുണ്ടോ ഈ കേരളത്തിലെ കോൺഗ്രസിന്? ഇപ്പോഴവർ പറയാണ്. പിന്നെ BJPക്കാർ 50 റുപ്യക്ക് പെട്രോള്, അതുപോലെ 45 റുപ്യക്ക് ഡീസൽ, അതുപോലെ 500 റുപ്യക്ക് 500 താഴെ രൂപക്ക് ഗ്യാസ്, ഇതെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളല്ലേ ഇപ്പോൾ 1100 അതുപോലെ 100 രൂപക്ക് വില പെട്രോൾ ഡീസൽ വിലയാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, പ്രധാന പ്രതിപക്ഷമല്ലേ ഇവിടെ ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കോൺഗ്രസ്? ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ അന്യായങ്ങൾക്കെതിരായിട്ട്? ഇവിടെ പിന്നെ അന്യായമായി നിലപാടാകെ സ്വീകരിച്ചുകൊണ്ട് വിലക്കയറ്റം അതിൻ്റെ പരമകാഴ്ചയിലേക്ക് എത്തിക്കുമ്പോൾ പഞ്ചപുച്ഛമടക്കി ഇവിടെ കേരളത്തിൽ LDF എതിർക്കുകയായിരുന്നില്ലേ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? പിന്നെ കേരളത്തിലെ ജനങ്ങൾ 10 കൊല്ലക്കാലം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിയായിട്ടുള്ള ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ, അത് കേരളമാണ്. അത് ഞങ്ങളുണ്ടാക്കിയതാണ്. ഇന്ത്യയിലുള്ള ഒരൊറ്റ കോൺഗ്രസ് ഗവൺമെൻറ്റിനും ഒരു BJP ഗവൺമെൻറ്റിനും ആളോഹരി വരുമാനം ഇരട്ടിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആളോഹരി വരുമാനം 10 കൊല്ലം കൊണ്ട് ഇരട്ടിയായിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ് ഈ കേരളമാണ്. അത് ഞങ്ങളുണ്ടാക്കിയുള്ളതാണ് എന്നുള്ളത് കൃത്യമായ നിലക്ക് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. പിന്നെ ഇവിടെ ഇപ്പോൾ വിലക്കയറ്റത്തിന് മൂലകാരണം ഉണ്ടാക്കിയത് ഞാൻ പറയുന്നത് കോൺഗ്രസും BJPയുമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, എല്ലാ കമ്പനികളും സ്വകാര്യ കമ്പനികൾ പിന്നെ ഗവൺമെൻറ് കമ്പനിയാണോ? അദാനിയും അതുപോലെ തന്നെ പിന്നെ റിലയൻസും അല്ലേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ? അവർക്ക് വേണ്ടിയല്ലേ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ശ്രമിക്കുന്നത്? അവർക്ക് വേണ്ടി ആയിരുന്നില്ലേ ഇവിടെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്? ജനങ്ങൾ ഇവർക്കൊരു വിഷയമല്ല. അദാനിക്ക് ലാഭം ഉണ്ടാവണം, റിലയൻസിന് ലാഭം ഉണ്ടാവണം, അതുപോലെ വലിയ മുതലാളിമാർക്ക് ലാഭം വേണം. സാധാരണക്കാർക്ക് യാതൊരു പ്രയാസമില്ല. അദാനിയുടേതും അതുപോലെ തന്നെ റിലയൻസിൻ്റെതുമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ, സ്വകാര്യ കമ്പനികൾ. ഗവൺമെൻറ്റിന് 3 കമ്പനികളെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അവിടെ തീരുമാനിക്കുന്ന ആരാ? നിങ്ങളോട് ആരാ പറഞ്ഞ് ഈ പിന്നെ പൊതുമേഖലാ കമ്പനി തീരുമാനിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്? എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇത് വർദ്ധിപ്പിക്കാതിരുന്നത്? 10 ദിവസക്കാലം കൊണ്ട് 4 തവണ വർദ്ധിപ്പിച്ചത് അത് വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ? ഉരിയാടിയോ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? BJPക്കാർ വില വർദ്ധിപ്പിക്കാതിരിക്കുന്നത് ഈ അന്യായ നിലപാടാണെന്ന് പറയാൻ കഴിഞ്ഞോ? തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അന്ന് വില വർധനയില്ല. അതിനിപ്പോൾ 10 ദിവസക്കാലം കൊണ്ട് 4 വർധന. എന്താ ഉണ്ടാവേണ്ടി കഴിഞ്ഞില്ല കോൺഗ്രസിന്? എതിരെ LDFൻ്റെ പിന്നെ കുറ്റം പറയാൻ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയും, ഞങ്ങൾ ഈ കേരളത്തിൽ ജനങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും നിലനിൽക്കുന്ന ഗവൺമെൻറ്റാണ്. അത് നികുതി വർധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 10 കൊല്ലക്കാലവും ഞങ്ങൾ ഭരിക്കുമ്പോൾ ശക്തമായ നിലക്ക് ഞങ്ങൾ നരേന്ദ്രമോദി ഗവൺമെന്റ് നയങ്ങൾ ചേർത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാൻ വരാം. ശ്യാംരാജ് കൂടി മറുപടി പറഞ്ഞിട്ട്, പ്രകാശ് മാസ്റ്റർ ശ്യാംരാജ് കൂടി താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ മറുപടി പറഞ്ഞിട്ട്, അതായത് ഒന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എണ്ണ കമ്പനികൾക്ക് ഇന്ധനത്തിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം നൽകുമ്പോൾ തന്നെ BJP എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമോ അപ്പോഴെല്ലാം വില നിയന്ത്രിച്ച് നിർത്തുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അടിക്കടി വിലക്കയറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് പിന്നിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടിയാണ് ശ്യാംരാജ് പ്രകാശ് മാസ്റ്റർ ഇവിടെ ആക്ഷേപമായി ഉന്നയിച്ചത്, വിമർശനമായി ഉന്നയിച്ചത്. ആ സമയത്ത് അതിനോട് പ്രതികരിക്കാതിരുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ മൗനത്തെയാണ് അദ്ദേഹം ഇടയ്ക്ക് വിമർശിച്ചത്. ശ്രീ ശ്യാംരാജ്, അതിനുൾപ്പെടെയുള്ള മറുപടി.
നോക്കൂ ഗോപികൃഷ്ണ, പറയുമ്പോഴത്തേക്ക് കുറച്ച് ചരിത്രം കൂടി ഈ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രതിനിധികളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ ക്ഷയിച്ച തറവാടുകളിലെ കാരണവർ മരിക്കാൻ നേരത്ത് അവരുടെ കടവും കടപ്പത്രവും എല്ലാം കൂടി വരും തലമുറകൾക്ക് വെച്ച് കൈമാറുന്നത് പോലെ 10 വർഷം ഭരിച്ചിട്ടുള്ള UPA സർക്കാർ 2014 തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അവർ കൂട്ടിവെച്ചിട്ടുള്ള ഒരു ഭീമമായിട്ടുള്ള ഏകദേശം 1.48 ലക്ഷം കോടിയും അതിൻ്റെ ഏകദേശം 1 ലക്ഷം കോടിയോളം വരുന്ന പലിശയും കൂടെ BJP NDA സർക്കാരിൻ്റെ തലയിൽ വെച്ചിട്ടാണ് പോയത്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചല്ലോ, മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ പെട്രോൾ ഡീസൽ വില പിടിച്ചു നിർത്തിയത്. ഇവരെങ്ങനെ പിടിച്ചു നിർത്തിയത്? 2005, 2010, 2014 വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് ഈ ലോകത്താകമാനമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയ സമയത്ത് രാജ്യത്ത് വില കൂട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിച്ചിട്ട് ഓയിൽ ബോണ്ടുകൾ അടിച്ചിറക്കി. ഓയിൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനികളോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ജനങ്ങൾക്ക് ഓയിൽ കൊടുക്കണം, പെട്രോളും ഡീസലും മണ്ണെണ്ണയും കൊടുക്കണം, പകരം പണം ഞങ്ങൾ ഇപ്പോൾ തരില്ല, വരുന്ന സർക്കാരുകൾ അടച്ചുകൊള്ളുമെന്ന്. അങ്ങനെ ഓയിൽ ബോണ്ടുകൾ വഴി 1.46 ലക്ഷം കോടിയുടെ കടമാണ് വരും കാല സർക്കാരുകൾക്കും ഞാനും നിങ്ങളും അടക്കമുള്ള ജനതയുടെ തലയിലേക്കും മൻമോഹൻ സിംഗിന്റെ സർക്കാർ UPA സർക്കാർ വെച്ചു കൊടുത്തത്. എന്നിട്ട് അതാരെ വീട്ടിയെന്നറിയോ? അവർ ഈ UPA സർക്കാർ, കോൺഗ്രസിന്റെ സർക്കാർ വാങ്ങിക്കൂട്ടിയ കടവും അതിന്റെ പലിശയുടെ പലിശയും അടക്കം ഏകദേശം 2.64 ലക്ഷം കോടി രൂപ BJP സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ അടച്ചു തീർത്ത് എപ്പോഴാണ്? ഈ 2026 തുടക്കത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഇന്ധനവില കൂടാൻ വേണ്ടിയിട്ടുള്ള പ്രധാന ഒരു കാരണമായിട്ടുള്ള ഈ ഓയിൽ ബോണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ് പലിശ മാത്രമായിട്ട് നമ്മൾ അടച്ചു തീർക്കേണ്ടത്. ആര്? ഈ UPA സർക്കാരിന്റെ വികലമായിട്ടുള്ള നയങ്ങൾ. ആ സമയത്ത് ഈ പറഞ്ഞ് പ്രകാശ് മാഷിന്റെ CPM കൂടി ഇല്ലായിരുന്നോ? UPAക്ക് പുറത്തുനിന്ന് പിന്തുണ കൊടുത്തൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ഒരു അക്ഷരം ഉരുവാടിയിട്ടുണ്ടോ? ഈ ആഗോള ഭീമന്മാരെ കുറിച്ചിട്ടും അദാനി എന്നൊക്കെ പറയുന്ന CPM ഒരു അക്ഷരം ആ സമയത്ത് ഓയിൽ ബോണ്ടുകൾ ഇറക്കിയ സമയത്ത് ഒരക്ഷരം ഉരുവാടിയിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തിന് ഒന്നുള്ള ഭീമമായിട്ടുള്ള നഷ്ടം. ആ നഷ്ടത്തിന്റെ പിന്നാലെയായിരുന്നു കഴിഞ്ഞ മോദി സർക്കാർ ഇത്രയും കാലം. 2026 തുടക്കത്തിൽ ജനുവരി ഫെബ്രുവരിയിൽ നമ്മൾ അവസാനം ഗഡു നമ്മൾ അടച്ചു തീർത്തിട്ടുള്ളൂ. മനസ്സിലായോ? കേന്ദ്ര സർക്കാരിന് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ഈ കാര്യത്തിൽ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരാണ് ഇത് ചെയ്യേണ്ടത്, മറ്റാളുകൾ ചെയ്യാത്തതാണ് എന്ന് പറഞ്ഞൊരു അഭിപ്രായമില്ല. ഇതിൽ നിന്നൊരു ഒഴിയലില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒഴിയില്ല. ഞാൻ അതല്ല കൃത്യമായിട്ട് പറഞ്ഞത്. കഴിഞ്ഞ 5 വർഷത്തിനകത്ത് പെട്രോളിന് 15 രൂപയും ഡീസലിന് 18 രൂപയും കേന്ദ്ര സർക്കാർ കുറച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ 5 വർഷത്തിനകത്ത്. അത് തന്നെയാണ് പറഞ്ഞത്. 2026 തുടക്കത്തിൽ നോക്കൂ, ഇമ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് പെട്രോളിന് ഡീസലിന് ടാക്സ് 10 രൂപ വെച്ച് കുറച്ചു. ആ 10 രൂപ വെച്ച് കുറയ്ക്കുന്ന സമയത്ത് ഡീസലിന് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കിട്ടിയത് 0 പ്രോഫിറ്റ് ആണ്. അങ്ങനെയല്ലേ? എക്സൈസ് ഡ്യൂട്ടി 10% കുറച്ചു. രൂപയല്ല ശതമാനം. ഓക്കെ, കറക്റ്റ് ചെയ്യുന്നു. രൂപയല്ല ശതമാനം അത് കിട്ടിയിട്ടില്ല. അപ്പോൾ 0% എന്ന് പറയുമ്പോഴത്തേക്ക് 0 രൂപയാണല്ലോ. എന്തായാലും അങ്ങനെ കിട്ടെ. അപ്പോൾ അത്രമാത്രം കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞിട്ടുള്ളത്, ഈ ലോകത്തിലെ ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും ചെറിയ രീതിയിലുള്ള, അതിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ശ്രീമതി ആശ, ഈ കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും ഭരിച്ചിരുന്നവരും ഒക്കെ തമ്മിലുള്ള വാഗ്വാദത്തിൽ എരിഞ്ഞു തീരുമോ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള സാധാരണക്കാരൻ്റെ ആശങ്ക? അതെ മിസ്റ്റർ ഗോപികൃഷ്ണൻ, എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. ഇവർ പരസ്പരം പഴിചാരിയിട്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സർക്കാരും എല്ലാം പഴിചാരിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഇതിൽ ഇടപെടാൻ കഴിയും. പല രീതിയിൽ ഇടപെടാൻ കഴിയും. സംസ്ഥാന സർക്കാരിനായാലും കേന്ദ്ര സർക്കാരിനായാലും പല രീതിയിൽ ഇടപെടാൻ കഴിയും. ഇതിനകത്ത് ഇത് ജനങ്ങൾക്ക് ഹിതകരമായ ഒരു വില നയത്തിലേക്ക്, അല്ലെങ്കിൽ പ്രൈസ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കാരണം ഓരോ മാസവും 1-ാം തീയതി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അന്ന് എത്രയാണ് വില കൂടുന്നതെന്ന് നോക്കിയാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ട് കഴിഞ്ഞ ആ മെയ് മാസത്തിൽ 1000-ഓളം രൂപയാണ് ഈ പാചകവാതകത്തിന് കൂടിയത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി വെറുതെ ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ട് യാതൊരു കാര്യമില്ല. പറ്റുന്ന രീതിയിൽ ഇപ്പോൾ സെസ് കുറയ്ക്കാം, സംസ്ഥാന നികുതി കുറയ്ക്കാം. കേന്ദ്ര സർക്കാരിനാണെങ്കിൽ ഈ പബ്ലിക് മേഖലയിൽ എണ്ണ കമ്പനികളിലെല്ലാം ഒരു പബ്ലിക് വെൽഫെയർ വില നയം കൊണ്ടുവരാം. അങ്ങനെ പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും. ഇതിനൊന്നും മെനക്കെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീമതി ദീപ്തി, എന്താ താങ്കൾ ഇടപെട്ടത് പെട്ടെന്നൊന്ന് പറയാമോ? ചർച്ച അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം, ആ പെട്രോളിയം ബോണ്ടിനെ പറ്റി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് BJPയുടെ പ്രതിനിധി പറഞ്ഞു. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. പെട്രോളിയം ബോണ്ട് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള
പെട്രോളിയം കമ്പനികൾ അവർ മാർക്കറ്റ് പ്രൈസ് ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ ആ പ്രൈസിനെ അനുപാതമായിട്ട് ഇവിടെ കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ കൂട്ടാതെ പ്രൈസിനെ പിടിച്ചു നിർത്താൻ വേണ്ടി അപ്പോൾ കൺസ്യൂമേഴ്സിന്, അതായത് സാധാരണക്കാരന് ഇന്ധന വില കുറച്ച് തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതേസമയം പെട്രോളിയം കമ്പനികൾക്ക് നഷ്ടം വരികയും ചെയ്യില്ല. അതിനു വേണ്ടിയിട്ടാണ് പെട്രോളിയം ബോണ്ടുകൾ അന്ന് ഇറക്കിയത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞ പോലെ അടച്ചു തീർത്തത് അടച്ചു തീർക്കേണ്ട ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്നേ. അടച്ചു തീർത്തുന്ന അതെന്താ, ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂവേഷൻ ആണ്. ഒരു ഗവൺമെന്റ് ഒരു നയം എടുത്തു ശരി, ഏതായാലും ഒരു കാര്യം പ്രേക്ഷകരോട് പറയാനുള്ളത്, വിലക്കയറ്റത്തിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്നല്ല, വിലക്കയറ്റം എത്ര നാൾ ഉണ്ടാകും എന്നുള്ളതുമല്ല, വിലക്കയറ്റത്തിന്റെ പരിഹാരവും പോംവഴിയും ആര് കണ്ടെത്തും എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. കാരണം സാധാരണക്കാരൻ അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമായി വിലക്കയറ്റം മാറുമ്പോൾ അതിന്റെ കാരണങ്ങളുടെ സൈദ്ധാന്തിക തലങ്ങളിലേക്കോ രാഷ്ട്രീയത്തിലേക്കോ ആയിരിക്കില്ല അവൻ കടക്കുക അതിന് ആശ്വാസം പകരുന്ന രീതിയിലുള്ള ഇടപെടൽ ആരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ്. സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും പ്രതിപക്ഷത്തിരിക്കുന്നവരായാലും ജനങ്ങളുടെ ദുരിതഭാരം കുറയ്ക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ആ പ്രശ്നം പരിഹരിക്കപ്പെടൂ.